അടുത്തൊരു നോവലാണ് നമുക്ക് പഠിക്കാനുള്ള പേജ് നമ്പർ 198 എ ടെറിബിൾ മേട്രിയാർക്കി എ നോവൽ ബൈ ഈസ്ട്രീൻ കയർ. സോ ഈസ്ട്രീൻ കയർ എന്ന് പറയുന്ന അവരുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അതിനകത്ത്, നമ്മുടെ ഗൈഡിനകത്ത്. അത് കാണുമ്പോഴേ അറിയാം അവരൊരു എന്താ പറയുക, നോർത്ത് ഈസ്റ്റേൺ റീജിയണിൽ നിന്ന് വരുന്നൊരു ലേഡിയാണെന്ന്. സോ ഈസ്ട്രീൻ കയർ എന്ന് പറയുന്നത് ഒരു പോയറ്റാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അവരുടെ ഫസ്റ്റ് നോവലാണ് നാഗാ വില്ലേജ്, പിന്നെ നാഗാ വില്ലേജ് റിമെമ്പേർഡ്. അതാണ് ഫസ്റ്റ് നാഗ നോവൽ ടു ബി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ്. നാഗാലാൻഡിൽ നിന്ന് വരുന്ന ഒരു റൈറ്ററാണ് കേട്ടോ ഈസ്ട്രീൻ കയർ. അവരുടെ ഫസ്റ്റ് നോവലും അതുപോലെ തന്നെ ഫസ്റ്റ് നാഗ നോവൽ ടു ബി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷും ഒന്ന് തന്നെയാണ്, നാഗാ വില്ലേജ് റിമെമ്പേർഡ്. പിന്നീട് അതിനെ സ്കൈ ഈസ് മൈ ഫാദർ എന്നും പറഞ്ഞ് അവർ റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതേ ബുക്കിനെ തന്നെ ടൈറ്റിൽ മാറ്റിയിട്ട്. സെക്കൻഡ് നോവൽ എ ടെറിബിൾ മേട്രിയാർക്കി നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. പിന്നീട് 2-3 നോവൽസ് അവർ എഴുതിയിട്ടുണ്ട്. ആൻഡ് അവരുടെ വർക്ക്സിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനെ കുറിച്ച് ഒരു പുതിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു റീഇമാജിൻ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ പ്ലേസ്, ഐ മീൻ ആ ഒരു സ്റ്റേറ്റ്സിനെ കുറിച്ച് പുതിയ രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. നാഗാലാൻഡിലെ ക്യാപിറ്റലായിട്ടുള്ള കൊഹിമ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഇവർ വരുന്നത്. അവരുടെ ഗ്രാൻഡ് പേരൻസിനൊപ്പമാണ് ഇവർ വളർന്നത്. ആൻഡ് ഇവരുടെ വർക്ക്സ് എന്ന് പറയുന്ന പല ലാംഗ്വേജസിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ജർമ്മൻ, ക്രൊയേഷ്യൻ, ഉസ്ബെക്, നോർവീനിയൻ ആൻഡ് നേപ്പാളി ലാംഗ്വേജസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ഐ മീൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എ ടെറിബിൾ മാട്രിയാർക്കി എന്ന് പറയുന്നത് UN ലാംഗ്വേജ്, യുണൈറ്റഡ് നേഷൻ്റെ ലാംഗ്വേജസിലോട്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ബുക്ക് കേട്ടോ. പിന്നെ ഓക്കെ, നമുക്കിനി എന്നാ സ്റ്റോറിയിലോട്ട് നമുക്ക് ആദ്യമേ പേജ് നമ്പർ 200 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് കഥ മനസ്സിലാക്കാവേ. അപ്പം നറേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ നോവലിൻ്റെ നറേറ്റർ എന്ന് പറയുന്നത് ഡിലീനോ ആണ്. യങ് ഗേൾ ആണ്. അവർക്ക് 4 ബ്രദേഴ്സാണുള്ളത്. ദെൻ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് നാഗാലാൻഡിലാണ്. നാഗാലാൻഡിലുള്ള സ്റ്റോറീസ് ആണെങ്കിലും എന്തൊക്കെയാണ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസോ നോവൽസോ എന്താണെന്ന് ഇരിക്കട്ടെ, അത് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിലും കൾച്ചറുമായിട്ട് നമ്മൾ കുറച്ചൊന്നും ലെസ് എക്സ്പ്ലോർഡ് ഏരിയയാണ്. നാഗാലാൻഡ് ആണെങ്കിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള കൾച്ചർ ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും ഇന്ത്യൻ ലിറ്ററേച്ചറിലോ ഇന്ത്യൻ കൾച്ചറിലോ ഒന്നും അത് കൂടുതൽ കടന്നു കയറിയിട്ടില്ല. സോ ഇത് പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ നമ്മൾ വിളിക്കുന്നത് 7 സിസ്റ്റേഴ്സ് എന്നാണ്. 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണുള്ളത്. അതിലൊന്നായ നാഗാലാൻഡിൽ നിന്ന് വന്ന റൈറ്ററാണ് നമ്മുടെ റൈറ്റർ ഈസ്ട്രീൻ കയർ. ആൻഡ് നറേറ്റർ എന്ന് പറയുന്നത് ഡിലീനോ ആണ്. ഡിലീനോ എല്ലാവരും വിളിക്കുന്ന പേര് ലീനോ എന്നാണ്, അല്ലെങ്കിൽ ലൈനോ, എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ലീനോ ബൈ ഹർ ഫാമിലി. ആൻഡ് ഇവളുടെ ഗ്രാൻഡ് മദറിന് ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇഷ്ടമല്ല. അതായത് ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാൻഡ് മദറിനെ കുറിച്ചാണ് ദ ടെറിബിൾ മേട്രിയാർക്കി എന്ന് പറയുന്നത്. അതായത് ഗ്രാൻഡ് മദറാണ് ആ ഹൗസ് കൺട്രോൾ ചെയ്യുന്നത്. ഗ്രാൻഡ് മദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റേണൽ ഗ്രാൻഡ് മദറാണ്. അതായത് അച്ഛൻ്റെ അമ്മയാണ് എല്ലാ ഫാമിലീസും കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ഗേൾസിനെ ആരെയും വലിയ താല്പര്യമില്ല. ബോയ്സിനെയാണ് അവർ കൂടുതൽ, അതായത് ഗ്രാൻഡ് ചിൽഡ്രനിൽ ബോയ്സിനെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഗേൾസിനെ വലിയ താല്പര്യമില്ല. ഗേൾസിനെ എപ്പോഴും സില്ലി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഒരു നറേഷൻ, നമ്മുടെ ഒരു നറേറ്റർ എന്ന് പറയുന്നത് ഡിലീനോ, അതൊരു ഗേളാണ്. ആൻഡ് അവർക്ക് 4 ബ്രദേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ മിസ് നേരത്തെ. അപ്പോൾ ഈ ലീനോ ആണ് നറേറ്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും. ഗ്രാൻഡ് മദറിന് അവളെ ഇഷ്ടമല്ല. കാരണം ഒരു ദിവസം അവൾ ഇതുപോലെ ചിക്കൻ ലെഗ് ചോദിച്ചപ്പോൾ ഗ്രാൻഡ് മദർ അവൾക്ക് ചിക്കൻ ലെഗ് കൊടുത്തില്ല. ആ ഒരു ഡിസ്ക്രിമിനേഷൻ മനസ്സിലാക്കി തരുവാണ് ആദ്യം തന്നെ. എന്നിട്ട് അവളെ അതിന് പകരം സില്ലി ഗേൾ എന്ന് വിളിച്ചു. സോ ബോയ്സിന് കൂടുതൽ ഫുഡ് കൊടുക്കുകയും നല്ല രീതിയിലുള്ള മീറ്റും പ്രോഡക്ട്സും ഒക്കെ കൊടുക്കുകയും, ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഫുഡ്, അതായത് അവരെ എപ്പോഴും ഡൊമസ്റ്റിക്കലി ഒന്ന് ട്രീറ്റ് ചെയ്യാനേ ഇവർ നോക്കത്തുള്ളൂ. ഡൊമസ്റ്റിക്കലി അവരെ എങ്ങനെ നന്നാക്കി എടുക്കാം, ഹൗസ് വൈഫ്സ് ആക്കി എടുക്കാം, ഡൊമസ്റ്റിക്കൽ ചോർസാണ് ഇവർ എപ്പോഴും ഗേൾസിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ആൻഡ് ദെൻ ലിനോയെ എപ്പോഴും ഗ്രാൻഡ് മദർ പേരല്ല വിളിക്കുന്നത്, ദ ഗേൾ എന്ന് പറഞ്ഞിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് ലിനോയുടെ അമ്മയുടെ പേരാണ് നിനോ, NINO. ആൻഡ് ഈ ഗ്രാൻഡ് മദറിന്റെ ഡോട്ടറിലോ ആണ് ഇവർ അമ്മ. പിന്നെ ഗ്രാൻഡ് മദറിന്റെ പേരെന്ന് പറയുന്നത് വിബാനോ എന്നാണ്. നമ്മുടെ ഈ ഒരു ടെറിബിൾ മേട്രിയാർക്കിന്റെ പേരെന്ന് പറയുന്നത് ആരാണ്? വിബാനോ. ആൻഡ് ലിനോയുടെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് എൽഡസ്റ്റ് ബ്രദറാണ് ലീറ്റോ. പിന്നെ പീറ്റ് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സിക്ലി ചൈൽഡ് ഉണ്ട്, അതായത് എപ്പോഴും അസുഖമുള്ള ഒരാളാണ് പീറ്റ്. അതുപോലെ തന്നെ വീനി, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂളി. ഈ 4 ബ്രദേഴ്സാണ് ഇവൾക്ക് ഉള്ളത്. ആൻഡ് ബീനോ എന്ന് പിന്നെ ഒരു കഥാപാത്രം കൂടി വരുന്നുണ്ട്, ആൻറ്റ് ബിനോ. ആൻറ്റ് ബിനോ എന്ന് പറയുന്നത് നമ്മുടെ ലീനോയുടെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ, ആൻറ്റിയാണ്. അതായത് വിബാനോ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ മകളാണ് ആൻറ്റ് ബിനോ, BINO.
ആൻഡ് നറേറ്ററിന് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സൺഡേസിലൊക്കെ അവരെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്, ടൂർ പോകാറുണ്ട്, ട്രിപ്പ് പോകാറുണ്ട്. ഈ നറേറ്ററും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വേണ്ടി വെക്കേഷൻ സമയത്തും ഇതുപോലെ ഓഫ് ഡേയ്സിലും ഒക്കെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ കുറച്ചൊരു നല്ലൊരു ഫിഗറാണ്, ഒരു സ്വീറ്റ് പേഴ്സൺ ആണ്. പിന്നെ നറേറ്ററിനെ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ആണ് ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഗ്രാൻഡ് ഫാദർ ഈ ഗ്രാൻഡ് മദർ ലോൺലി ആയതുകൊണ്ട് നറേറ്ററിൻ്റെ അമ്മ എന്ത് ചെയ്തു, നറേറ്ററിൻ്റെ അമ്മ നല്ലപോലെ അല്ല നറേറ്ററിനെ വളർത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, അച്ഛനോട് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ പറഞ്ഞു. അതായത് അവളെ ഒരു നല്ല പെൺകുട്ടിയായിട്ട് വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് താമസിപ്പിക്കുകയാണ് ചെയ്തത് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ. അനദർ ക്യാരക്ടർ വരുന്നുണ്ട് സെക്കുവോ. സെക്കുവോ എന്ന് പറയുന്നത് ഇവരുടെ നെയ്ബർഹുഡിലൊരു ഡ്രങ്കേർഡാണ് കേട്ടോ. അയാൾ നേരത്തെ മരിച്ചു. ആൻഡ് ഡോട്ടേഴ്സും വൈഫും മാത്രമേ ഉള്ളൂ ഇപ്പം. ഈ സെക്കുവോയുടെ മകളാണ് വിമെന്യു എന്ന് പറഞ്ഞൊരു മകളുണ്ട്. അത് നമ്മുടെ നറേറ്ററായ ലിനോയുടെ ഫ്രണ്ടാണ് കേട്ടോ, സെക്കുവോയുടെ മകള്. അത് നെയ്ബേഴ്സാണ് ഇവരെല്ലാം. നെക്സ്റ്റ് നെയ്ക്കോ എന്ന് പറയുന്നത് പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാൻ. നെയ്ക്കോ എന്ന് പറയുന്ന ഒരു അൺമാരിഡ് യങ്ങർ സിസ്റ്റർ ഉണ്ട് നമ്മുടെ ഗ്രാൻഡ് മദറിന്. അതായത് ഗ്രാൻഡ് മദറിന് ഒരു അനിയത്തിയുണ്ട്, അതാണ് നെയ്ക്കോ. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി അടുത്തത് പേജ് നമ്പർ 201 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ നറേറ്ററിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ സെക്കുവയുടെ മകളാണ് വിമെന്യു, അത് മറന്നു പോകരുത്. ആൻഡ് ഈ നറേറ്ററിൻ്റെ എൽഡർ ബ്രദറായിട്ടുള്ള ലേറ്റോ കല്യാണം കഴിക്കുന്നത് ഈ വിമെന്യുവയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് മദറിന് ഒട്ടും താല്പര്യമില്ല. ബിക്കോസ് ഗ്രാൻഡ് മദറിന് പഴയ ആൾക്കാരായതുകൊണ്ട് എല്ലാം ട്രഡീഷണൽ ആയിട്ടാണ് നോക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഒരു മെമ്പർ ജനറേഷൻസ് ബാക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോൾ ഫാമിലി ഓഫ് ജനറേഷനെ ഈ ഗ്രാൻഡ് മദർ ബാഡ് ബ്ലഡ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതുപോലെ സെക്യൂ എന്ന് പറയുന്ന ആൾ കുടിച്ച് നടന്ന് മരിച്ചതുകൊണ്ട് സെക്യൂയുടെ മകളെ, അതായത് ഒരു അനാഥയെ കല്യാണം കഴിക്കാൻ ആർക്ക് താല്പര്യമില്ല, കഴിപ്പിക്കാൻ നമ്മുടെ ലേറ്റോ, അതായത് ഗ്രാൻഡ് മദറിന് താല്പര്യമില്ലായിരുന്നു. സോ ഗ്രാൻഡ് മദർ ലേറ്റോ കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ ലേറ്റോ എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ നറേറ്ററിൻ്റെ ചേട്ടനാണ് ലേറ്റോ. ഇതുപോലെ നെയ്ക്കോയെ കല്യാണം കഴിച്ചപ്പോൾ എന്ത് പറ്റി, ഗ്രാൻഡ് മദർ അയാളെ ഡിസോൺ ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ഇൻഹെറിറ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കി, പ്രോപ്പർട്ടീസും കൊടുത്തില്ല. ദെൻ നാഗ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നാഗ പീപ്പിൾ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് കളക്റ്റീവ് ടേം ആണ്. അതായത് ഒരു എത്നിക് ഗ്രൂപ്പ്സിൻ്റെ എല്ലാം കൂട്ടത്തിനെയാണ്, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള എത്നിക് ഗ്രൂപ്പ്സിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നാഗ പീപ്പിൾ എന്ന് പറയുന്നത്. സിമിലർ ടു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു റിബൽ ഗ്രൂപ്പാണ്. അവർ ആർക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അവരുടെ ലോക്കൽ പീപ്പിളിന് കിട്ടാതെ പോകുന്ന റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിബൽ പീപ്പിളാണ് നാഗ ഗ്രൂപ്പ്. ആൻഡ് അനദർ ക്യാരക്ടർ ഈസ് പീറ്റ് ഞാൻ പറഞ്ഞു, നറേറ്ററിൻ്റെ സിക്ലി സെക്കൻഡ് എൽഡസ്റ്റ് ബ്രദറാണ്, എപ്പോഴും ഇൽനെസ് ആണ്. ആൻഡ് പിന്നെ വിനി എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. വിനിയുടെ വൈഫ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. നിസാനോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വിനിയുടെ വൈഫ്. ആൻഡ് ഒരു പ്ലെയിൻ ലുക്കിംഗ് ഗേൾ ആണ്, ഒരു പുവർ ഫാമിലിയിലെയാണ്, പക്ഷേ ഗുഡ് ബ്ലഡാണ് അവളുടെ ഫാമിലിയിലുള്ളത്. സോ അതുകൊണ്ട് ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, വിനിയെ പിന്നെ ഈ നിസാനോയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിന്നു. അതായത് നറേറ്ററിൻ്റെ ഡ്രങ്കൺ ബ്രദറാണ് ഈ വിനി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അയാളെ നേരെയാക്കാൻ വേണ്ടി നിസാനോ എന്ന് പറയുന്ന ഒരു പുവർ ഫാമിലിയിലെ പെൺകുട്ടിയെ കൊണ്ട് വിനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഗ്രാൻഡ് മദർ. ഇതിനു വേണ്ടിയാണ്, കൂടി നിർത്താൻ വേണ്ടി. ആൻഡ് നിസാനോയുടെ ഫാമിലി ഗുഡ് ബ്ലഡ് ആയതുകൊണ്ട് കല്യാണം കഴിപ്പിക്കുവാണ്. സോ അങ്ങനെ ഗുഡ് ബ്ലഡ് ബാഡ് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് നമ്മുടെ നറേറ്ററിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ മനസ്സിൽ. ദെൻ സിസോ എന്ന് പറയുന്നൊരു യങ്ങർ ബ്രദർ ഉണ്ട് ഗ്രാൻഡ് മദറിന്. ആൻഡ് ഓക്കെ, ദെൻ ഹൗ ഡിഡ് ഗ്രാൻഡ് മദർ അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 202 ലോക്കൽ കസ്റ്റത്തിന് എങ്ങനെയാണ്, അതായത് അതായത് ഒരു സ്ത്രീ വിഡോ ആയി കഴിഞ്ഞാൽ അവരുടെ മാരിറ്റൽ ഹോമിൽ തന്നെ നിൽക്കണം എന്നുള്ള ആ ഒരു കസ്റ്റത്തിനെ ഡിഫൈ ചെയ്ത് എങ്ങനെയാണെന്നൊരു ലോക്കൽ കസ്റ്റം ഉണ്ട്. അപ്പോൾ ലോക്കൽ കസ്റ്റം പറഞ്ഞതെന്ന് വെച്ചാൽ യങ് വിഡോസ് അവരുടെ മെറ്റേണൽ ഹോമിലോട്ട് പോകണം 1 വർഷത്തിന് ശേഷം. പക്ഷേ ഗ്രാൻഡ് മദർ പറഞ്ഞതെന്ന് വെച്ചാൽ വിനിയുടെ വിഡോ ആയ നിസാനോ ഉണ്ടല്ലോ, വിനി എന്ന് പറയുന്ന ആൾ ഡ്രങ്കേർഡ് ആയതുകൊണ്ട് അവൻ മരിച്ചു പോവും, ലിവറിൽ എന്തോ ഇഷ്യൂസ് വന്ന് മരിച്ചു പോവും. സോ നിസാനോയും കുട്ടിയും യങ് ആയിട്ടുള്ള നിസാനോയുടെ മകനാണ് സാൽഹുവോ. അപ്പോൾ ഈ നിസാനോയും കുട്ടിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേണൽ വീട്ടിലാണ് പോയി നിൽക്കേണ്ടത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, തിരിച്ച് ഈ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ തന്നെ ഗ്രാൻഡ് മദർ നിർത്തുകയാണ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് അവരുടെ വീട്ടിലോട്ട് തന്നെ പറഞ്ഞു വിടണം എന്നാണ് റൂള്, അവിടുത്തെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത്. സോ പക്ഷേ നമ്മുടെ ഗ്രാൻഡ് മദർ അത് ഡിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നിസാനോയും പിന്നെ നിസാനോയുടെ മകനെയും ഇവിടെ തന്നെ താമസിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചു. പിന്നെ who was the only person in the family to whom the grandmother revealed herself after her death? Lino the narrator. അതായത്
ഈ മരണത്തിന് ശേഷം നമ്മുടെ ഗ്രാൻഡ് മദർ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആരുടെ മുമ്പിലാണ് വരുന്നത്? നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ലിനോയുടെ മുമ്പിലാണ് വരുന്നത്. ഗ്രാൻഡ് മദറിൻ്റെ ഒബ്സഷൻ എന്താണ്? ബാഡ് ബ്ലഡ്, ഗുഡ് ബ്ലഡ്. അത് മിസ് പറഞ്ഞില്ലേ, ഗുഡ് ബ്ലഡ്, ബാഡ് ബ്ലഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ഗ്രാൻഡ് മദർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേട്രിയാർക്കാണ്, അതായത് മദേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. എവറി ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അവരവരുടെ ജനറേഷൻസിനെ കുറിച്ച് അറിയാം. തൊട്ടപ്പുറത്തെ നെയ്ബറിൻ്റെ ജനറേഷൻ എങ്ങനെയാണെന്നും ഫാമിലി എങ്ങനെയാണെന്നും ഒക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ചില ഫാമിലീസിന് ചില ഒരു മെമ്പർ ചിലപ്പോൾ പ്രശ്നക്കാരിയായിരിക്കും. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇൻസിഡൻറ്റ് അവരുടെ ഫാമിലിയിൽ വന്ന് ഹാപ്പൻ ചെയ്തേക്കാം. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ജനറേഷൻസ് ഒക്കെ നടന്ന കാര്യമാണെങ്കിലും പിന്നെയും ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലീസിനെ ജഡ്ജ് ചെയ്യുന്നത്. സോ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനോയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്രശ്നമായി. അതായത് ലിനോയുടെ അമ്മ ലിനോയെ നല്ലപോലെയല്ല നോക്കുന്നത്. അതുകൊണ്ട് ഇവൾക്ക് നല്ല കല്യാണം വരാനും അതുപോലെ തന്നെ ലിനോയുടെ അമ്മയെ ഒരിക്കലും നമ്മുടെ ഗ്രാൻഡ് മദറിന് ഇഷ്ടമല്ല. കാരണം ലിനോയുടെ അമ്മയ്ക്ക് ബാഡ് ബ്ലഡ് ആണുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ലിനോയെ ബലമായിട്ട് ഫോഴ്സ് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരു നല്ലൊരു കല്യാണം കഴിപ്പിക്കാനും ഒരു ഡൊമസ്റ്റിക് ചോർസ് എല്ലാം പഠിപ്പിക്കാനും ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസും വർക്ക്സും എല്ലാം പഠിപ്പിക്കാനും കിച്ചൺ ചോർസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആൻഡ് മെയിൽ ഗ്രാൻഡ് ചിൽഡ്രനോട് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അവരുടെ നല്ല പ്ലസൻറ്റ് ടോണിലാണ് സംസാരിക്കുന്നത്. മീറ്റിൻ്റെ ലാർജ് പോർഷൻസ് ഫുള്ള് ഇവർക്കാണ്, ആൺകുട്ടികൾക്കാണ് കൊടുക്കുന്നത്. മെയിൽ ഗ്രാൻഡ് ചിൽഡ്രനാണ് കൊടുക്കുന്നത്. നല്ലപോലെ ഫീഡ് ചെയ്യും, നല്ല അഫെക്ഷനേറ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. ആൻഡ് ഓൾസോ അവരുടെ വീട് എപ്പോഴും അവരെപ്പോഴും പോയി കാണുകയും ചെയ്യും ആൻഡ് സ്പോയിൽ ചെയ്യുകയും ചെയ്യും, ഫുഡും മണിയൊക്കെ കൊടുത്ത്. ആൻഡ് ഓൾസോ പിന്നെ അതുപോലെ തന്നെ വിനിയുടെ ആൽക്കഹോളിസം എന്നാണെന്നുണ്ടെങ്കിലും ഈ ഗ്രാൻഡ് മദർ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതേ ഉള്ളൂ. ആൽക്കഹോളിസം പൈസ കൊടുത്തുകൊണ്ടേയിരുന്നു. അതാണ് പ്രശ്നം, ഈ വിനി മരിക്കാനുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് എന്ത് ചെയ്തു, നിസാനോൻ്റെ അതായത് വിനിയുടെ ഭാര്യയും കുഞ്ഞിനെയും എന്ത് ചെയ്തു, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അവർ കൂടുതലും നിർത്തുന്നത് വീട്ടിലും. ദെൻ വൈ ഡിഡ് ലിനോ ഹാഡ് ടു ഗോ ആൻഡ് ലിവ് വിത്ത് ദ ഗ്രാൻഡ് മദർ? ലിനോയ്ക്ക് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പോയി ജീവിക്കാൻ വന്നത്? ഗ്രാൻഡ് ഫാദർ മരിച്ചു, ഗ്രാൻഡ് മദർ ഒറ്റയ്ക്കായി. അത് മാത്രമല്ല 7 മെമ്പേഴ്സാണ് ലിനോയുടെ പേരൻസിനുള്ളത്, 7 മെമ്പേഴ്സാണുള്ളത്. അത് മാത്രമല്ല സെക്കൻഡ് സൺ ഇവളുടെ ഓൾഡർ ബ്രദർ ആയിട്ടുള്ള പീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വയ്യാതിരിക്കുകയാണ്. ന്യൂമോണിയ വന്ന് ആ കുട്ടിക്ക് ഒരുപാട് നേരം കളിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ യങ്ങസ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് ഇവൾ വളരെ ഔട്ട് സ്പോക്കൺ ആണ്. അതുകൊണ്ട് ലിനോയുടെ ഗ്രാൻഡ് മദർ പറയുന്നതെന്ന് വെച്ചാൽ ഷീ ഈസ് വെരി എന്താ പറയുക, അമ്മയുടെ അമ്മയുടെ ഫാമിലിയുടെ ബാഡ് ബ്ലഡാണ് ഇവളുടെ ഉള്ളിലുള്ളത്, റോങ് സൈഡാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ്, കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മീറ്റ് ചോദിച്ചപ്പോൾ അതൊരു സില്ലി തിങ് ആണെന്നൊക്കെ പറഞ്ഞ്, സില്ലി ഗേൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ആൻഡ് ലിനോയെ നല്ലൊരു വർക്കറാക്കാനും ഡൊമസ്റ്റിക് ചോർസൊക്കെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞ ഗ്രാൻഡ് മദർ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ആൻഡ് എന്നിട്ട് അതുമാത്രമല്ല ലിനോയുടെ അമ്മയെ കളിയാക്കാൻ വേണ്ടി, അതായത് അവൾ പൂറാണ്, അവളുടെ ഫാമിലി പൂറാണെന്നും ബാഡ് ബ്ലഡിലുള്ള ഫാമിലിയാണെന്നും, സോ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നല്ലപോലെ വളർത്താൻ അറിയത്തില്ലെന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ആൻഡ് ഡിസ്ക്രൈബ് ലിനോസ് റിലേഷൻ വിത്ത് ബ്രദേഴ്സ്. ലിനോയും ബ്രദേഴ്സ് നമ്മുടെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്ങസ്റ്റ് സിബ്ലിംഗ് ആണ് ലിനോ എന്ന് പറയുന്നത്. 4 ബ്രദേഴ്സാണുള്ളത്. ലിനോയ്ക്ക് എല്ലാ ബ്രദേഴ്സുമായിട്ട് നല്ല ബോണ്ടാണുള്ളത്. ആൻഡ് എല്ലാവരും തമ്മിൽ ഈക്വലായിട്ട് ഒരു കുറച്ച് വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ബ്യൂളി ആൻഡ് ലിനോ, ബ്യൂളി എന്ന് പറയുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രദറും ലിനോയും തമ്മിലാണ് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അവർ തമ്മിൽ ഏജ് ഡിഫറൻസ് വലുതായിട്ടില്ലാത്തത് കൊണ്ട് അവർ തമ്മിലാണ് പ്ലേ ചെയ്തിരുന്നത് കൂടുതലും. ആൻഡ് അവർ കുഞ്ഞിലെ നാഗ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നാഗ ആർമി എന്ന് വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു മിലിറ്ററി ഗ്രൂപ്പ് പോലെയാണ്, ഏകദേശം ഒരു നക്സൽ ഗ്രൂപ്പ് പോലെയാണ് കേട്ടോ. ലോക്കൽ പീപ്പിളിനെതിരെയുള്ള അട്രോസിറ്റീസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പാണ് നാഗ ആർമി. സോ അവർക്ക് 2 പേർക്ക്, ബ്യൂളിക്കാണെങ്കിലും ലിനോയ്ക്കാണെങ്കിലും ഒരു പണ്ട് ചൈൽഡ്ഹുഡിൽ പറയുമായിരുന്നു നാഗ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നും. ആൻഡ് പീറ്റ് എന്ന് പറയുന്നത് വളരെ സിക്കായിട്ടുള്ള 3rd എൽഡസ്റ്റ് ബ്രദറാണ്. അത് മരിച്ചു പോകുന്നുണ്ട് അവൻ. പിന്നെ ആ മരണത്തോട് ശേഷം വിനിയുടെ ലൈഫ് എന്താണ്, വിനി അതുകൊണ്ടാണ് കുടിച്ചു തുടങ്ങിയത്. വിനി എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് അയാളുടെ മരണശേഷമാണ് നിസാനോൻ്റെ മകനെയും ഗ്രാൻഡ് മദർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിർത്തുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ലിനോയുടെ ബ്രദറാണ് വിനി. ഈ ഒരു പീറ്റ് മരിച്ചതിന് ശേഷമാണ് വിനി കൂടുതലും ഡ്രങ്കാർഡായി മാറിയതും. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ കുടിക്കാൻ വേണ്ടി പൈസ ഒരുപാട് കൊടുക്കുമായിരുന്നു ഇവന്. പിന്നീട് വിനിയും ലിനോയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അഡൽട്സ് ആകുമ്പോഴത്തേക്ക്. എൽഡർ ബ്രദർ ലീറ്റോ എന്ന് പറയുന്നത് വളരെ ജനറസ് ആണ്. ആൻഡ് ലിനോയുടെ ഫ്രണ്ടായിട്ടുള്ള വിമെന്യുയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ലീറ്റോയെ ഡിസോൺ ചെയ്തു, പ്രോപ്പർട്ടീസ് ഒന്നും കൊടുക്കത്തില്ലെന്ന് ഗ്രാൻഡ് മദർ പറയുകയും ചെയ്തു. ആൻഡ് പീറ്റ് എന്ന് പറയുന്നത് 3rd എൽഡസ്റ്റ് ബ്രദറാണ്. ന്യൂമോണിയ വന്നു, മരിക്കേണ്ടതായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, വളരെയധികം സിക്കായിരുന്നു.
അത്രയ്ക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള ആപ്പറ്റൈറ്റ് ഒന്നും ഇല്ല ഈ കുട്ടിക്ക്. ഒരുപാട് നേരം കളിക്കാൻ പറ്റത്തില്ല, വീക്ക് ലങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഫാമിലി എന്തെങ്കിലും വലിയ വർക്കോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ ഫാമിലി അവനെ ഒട്ടും എന്ത് ചെയ്യത്തില്ലായിരുന്നു, കൂടുതലിട്ട് ഡിസ്റ്റർബ് ചെയ്യത്തില്ല, ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. അവനെ അവൻ്റെ വഴിക്കും കൂടത്തേ ഉള്ളൂ. കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആവാൻ നോക്കിയതാണ് ഇവൻ്റെ ഫാമിലി. പിന്നെ ഹെൽത്ത്, അതായത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്ലൂ കളറായിട്ട് ബ്രീതിങ് പ്രോബ്ലംസ് ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഇവൻ കൊളാപ്സ് ചെയ്ത് വീണു ഒരു ദിവസം. ആൻഡ് പീറ്റിൻ്റെ ഹെൽത്ത്, ലിനോ ഇതുപോലെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ നിൽക്കാൻ പോയ സമയത്ത് പീറ്റിൻ്റെ ഹെൽത്ത് വളരെയധികം മോശമാവുകയും സംസാരിക്കാൻ സാധിക്കാതെയും ഒക്കെ ആയി ഹോസ്പിറ്റലൈസ്ഡായി. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ മരണം ലിനോയുടെ അമ്മയുടെ സ്പിരിറ്റിനെയും അതുപോലെ തന്നെ ഹെൽത്തിനെയൊക്കെ കൂടുതൽ പ്രശ്നമാക്കി. അവരും കുറേ നാൾ ഇതുപോലെ വയ്യാതെ കിടക്കുകയായിരുന്നു. ദെൻ ബേനോയും ഗ്രാൻഡ് മദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന്. ബേനോ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടറാണ്. അതായത് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ ബേനോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടർ ഓഫ് ഗ്രാൻഡ് ഫാദർ സിസോ, അതായത് ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള സിസോ, അതായത് അയാളുടെ ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടറാണ് ബേനോ എന്ന് പറയുന്നത്. സിൻസ് ഹി ഡിഡ് നോട്ട് മാരി ബേനോസ് മദർ, ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, ബേനോയെ അവരുടെ ചെലവിൽ നോക്കുവാണ്. ബേനോ ഗ്രാൻഡ് മദറിൻ്റെ കിച്ചണിലൊരു സെർവൻറ്റ് പോലെയാണ്. ഹൗസും കിച്ചൺ വർക്കും ഒക്കെ ആയിട്ടാണ് ബേനോ ജീവിക്കുന്നത് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ. ഗ്രാൻഡ് മദറിൻ്റെ ഹസ്ബൻഡ് ബേനോയെ ഒരു സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടേ, പക്ഷേ ഗ്രാൻഡ് മദർ സമ്മതിച്ചില്ല. സോ അവർ എഡ്യൂക്കേഷൻ കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി ജീവിക്കുന്നത്. ആൻഡ് ബേനോ ലിനോ ആയിട്ട് നല്ലൊരു ഗുഡ് ഫ്രണ്ടായിരുന്നു. പിന്നെന്താ പറയുക, പക്ഷേ ലിനോയ്ക്ക് അത് വലിയ താല്പര്യമില്ലായിരുന്നു. അതായത് ലിനോയെ പോലും സ്കൂളിൽ അറ്റൻഡ് ചെയ്യേണ്ടെന്നൊക്കെയാണ് ഗ്രാൻഡ് മദർ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്തു, ഇത് ബേനോയ്ക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ലിനോ അവിടെ കേട്ടില്ല. ലിനോ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ബേനോയ്ക്ക് പക്ഷേ ഇത് മാത്രം ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. കാരണം ബേനോ പഠിക്കാതെ വീട്ടിൽ വന്ന് നിൽക്കുവാണ്. അപ്പം ആ സമയം കൊണ്ട് ലിനോയെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് മദർ സ്കൂളിൽ വിടുന്നുമുണ്ട്. സോ അതൊരു ചെറിയ പ്രശ്നത്തിന് ഇടയാക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബേനോയ്ക്ക് വന്ന കല്യാണ ആലോചന, മാരേജ് പ്രപ്പോസൽസ് ഒക്കെ ഗ്രാൻഡ് മദർ ടേൺ ഡൗൺ ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു സ്പിൻസ്റ്ററായിട്ട്, അതായത് കല്യാണം കഴിക്കാത്തൊരു സ്ത്രീയായിട്ട് ഗ്രാൻഡ് മദറുമായിട്ട് ഇങ്ങനെ ജീവിക്കുവാണ് നമ്മുടെ ബേനോ. ആൻഡ് ഗ്രാൻഡ് മദർ മരിക്കുമ്പോൾ ബേനോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ആൻഡ് പിന്നീട് നിസാനോയുടെ മകൻ്റെ കൂടെയും ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ബേനോ എന്താ പറയുക ജീവിക്കുകയാണ്. ആൻഡ് ദെൻ ലേറ്റോ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്തത് വിമന്യുവെ കല്യാണം കഴിച്ചതിന് ശേഷം. അതായത് ബാഡ് ബ്ലഡിലൊരു ഫാമിലിയിലുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന് ശേഷം ലേറ്റോ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്. അതായത് എൽഡേഴ്സാണ് കൂടുതലും മാരേജിൻ്റെ കാര്യത്തിലൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷേ ലേറ്റോയുടെ ആണ്ടും ഗ്രാൻഡ് മദറും ഒക്കെ എന്താണ്, ഈ വിമന്യുവെ കല്യാണം കഴിക്കുന്നതിനെതിരായിരുന്നു. സോ ബാഡ് ബ്ലഡ് ആയതുകൊണ്ട്, റെസ്പെക്റ്റഡ് ഫാമിലി അല്ലാത്തത് കൊണ്ട് ഇവർക്ക് വേണ്ടായിരുന്നു. മാരിയിങ് വിമന്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീറ്റോ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടത്തില്ലെന്ന് ലീറ്റോയ്ക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും ലീറ്റോ എന്ത് ചെയ്തു, കല്യാണം കഴിച്ചു. ലിമിറ്റഡ് എക്സ്പെൻഡിച്ചറിലാണ്, വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെയാണ് കല്യാണം കഴിച്ചത്. ഒരു ക്വയറ്റ് മാരേജ് ആയിരുന്നു ഇവരുടേത്. ആൻഡ് പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ലീറ്റോ. അങ്ങനെ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ലാൻഡും ഒരു വീടുമൊക്കെ ഇയാൾ സ്വയം മേടിച്ചു വെച്ചു. ആൻഡ് വിനിയുടെ വൈഫ് ആരാണ്, വിനി എന്ന് പറയുന്നത് വളരെ ആൽക്കഹോളിക്കാണ്. ആൻഡ് ഒരു ട്രബിൾഡ് യങ് മെൻ ആണ്. വയലൻറ്റ് ബിഹേവിയറാണുള്ളത്, വളരെ ഇറിറ്റേറ്റിംഗ് ബിഹേവിയറാണ്. പീറ്റ് മരിച്ചതിന് ശേഷമാണ് വിനി ഇത്രയും ഡ്രങ്കാർഡായിട്ട് മാറിയത്, അതായത് ബ്രദർ മരിച്ചതിന് ശേഷം. ഗ്രാൻഡ് മദർ ശരിക്കും പറഞ്ഞാൽ നിസാനോയെ കണ്ടെത്തി കല്യാണം, ഒരു പാവപ്പെട്ട വീട്ടിലെ, ഒരു പുവർ ഫാമിലിയുള്ള വീട്ടിലെ ആയതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആൻഡ് ഷീ ഓൾസോ പെയ്ഡ് ഫോർ ദ വെഡ്ഡിങ്. അത് വളരെ എക്സ്ട്രാവജൻ്റ് ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ആയിരുന്നു, വളരെ നല്ല ചിലവൊക്കെ ആക്കി ഒരു വെഡ്ഡിങ് ആണ്. ആൻഡ് ഒരു വിനിക്ക് ജോബ് വരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ലിനോയുടെ ഫാമിലിയുടെ അടുത്തൊരു കുഞ്ഞു വീടും വെച്ച് കൊടുത്തു. കപ്പിളിനൊരു, അതായത് ഇവർക്കൊരു മകനുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിനി മരിച്ചു, ലിവർ ഫെയിലിയർ വന്ന്. ആഫ്റ്റർ ഹിസ് ഡെത്ത് എന്ത് ചെയ്തു, നിസാനോയുടെ മകനെ, അതായത് വിനിയുടെ വൈഫിനെയും കുഞ്ഞിനെയും ഗ്രാൻഡ് മദർ കൂടെ നിർത്തി താമസിപ്പിച്ചു. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഈ വീട് ഗ്രാൻഡ് മദറിൻ്റെ മരണശേഷം വിനിയുടെ മകൻ, അതായത് നിസാനോയുടെ മകനായിരുന്നു എഴുതി വെച്ചിരുന്നത്. ദെൻ ബ്യൂളി എന്ന് പറയുന്നത് യങ്ങസ്റ്റ് ഓഫ് ലിനോയുടെ ബ്രദറാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫാറ്റായിട്ട് മാറുന്നുണ്ട് ഈ ഒരു പയ്യൻ. മെക്കാനിക്കാണ്. സ്കൂൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു ഗരാജിൽ വർക്ക് ചെയ്യുവാണ്. ആൻഡ് ബ്യൂളിയുമായിട്ടും പിന്നെ വിനി വഴക്കൊക്കെ കൂടിയിട്ടുണ്ട്, ബഫൂൺ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ആൻഡ് ബ്യൂളിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ആൻഡ് പിന്നെന്താണ്, ബ്യൂളി വാസ് വെരി അഫെക്ഷനേറ്റ് ആയിരുന്നു. വിനിയുടെ മകനുമായിട്ട് ബ്യൂളി വളരെ അഫെക്ഷനേറ്റ് ആയിരുന്നു. വിനിയുടെ ഡെത്തിന് ശേഷം ബ്യൂളിയാണ് പിന്നീട്
ചേട്ടൻ്റെ ഭാര്യയായ നിസാനോയെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിൽ അവരെല്ലാം സെറ്റിൽഡായി ജീവിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ, ആ ഗ്രൂപ്പിനെ വിളിക്കുന്നത് അൻഗാമി സോഷ്യൽ ഗ്രൂപ്പ് എന്നാണ്. അതായത് അൻഗാമി വിമൻ എന്ന് പറയുന്നത് ഗുഡ് വർക്കേഴ്സാണ്. അവരുടെ മെറ്റേണലിലും മാരിറ്റൽ ഹോംസിലും അവർ നല്ലപോലെ ജോലി എടുക്കുന്ന സ്ത്രീകളാണ് അൻഗാമി സ്ത്രീകൾ. അവർ എന്ന് പറയുന്നത് ബ്രേവ് സൺസിനെ വളർത്തുന്നതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അതായത് സൺസിനെ വളർത്തുക, പ്രസവിക്കുക, സൺസിനെ കൊണ്ട് അവരുടെ ഫാമിലിയും വില്ലേജും പ്രൊട്ടക്റ്റ് ചെയ്യിപ്പിക്കുക. സോ ഈ ഒരു വിമൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മേട്രിയാർക്കൽ വിമൺ ആയിരിക്കും. ഇവർക്ക് കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ പവർ ഉള്ളത്. പിന്നെ വെൽ ടു ഡു ഫാമിലീസിൽ മാത്രമേ കല്യാണം കഴിക്കാവൂ. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മകന് മാത്രമേ കിട്ടത്തുള്ളൂ, സ്ത്രീകൾക്ക് കിട്ടത്തില്ല. അവർക്ക് എങ്ങനെയാണ് റെസ്പെക്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ കിച്ചണിലെ ഡ്യൂട്ടീസും ഫാമിലി ഡ്യൂട്ടീസും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നില്ല സ്ത്രീകൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് വർക്ക് ഇവർ മാത്രമാണ് ചെയ്തിരുന്നത്. മെൻ ഫോക്ക് സഹായിക്കത്തില്ല, കുറച്ചേ സഹായിക്കത്തുള്ളായിരുന്നു. ആൻഡ് അൺമാരീഡ് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കൂടുതലും എന്ത് ചെയ്യണം, അവർക്കാണ് കൂടുതലും ജോലി ഉള്ളത്. വീടുകളിലെ ജോലികൾ അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. ആൻഡ് ബെനു ആൻഡ് സിസ്റ്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കാത്ത ബീനോയും പിന്നെ അവർക്കൊരു സിസ്റ്ററും ഉണ്ടായിരുന്നല്ലോ അതെന്ന് പറയുന്ന ഒരുപാട് ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നു. വിമൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ നോക്കുക, ഫാമിലിയെ നോക്കുക, കുക്ക് ചെയ്യുക, ഇത് മാത്രമായിരുന്നു ഈ അൻഗാമി സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത്. ഇവരുടെ കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ്. പിന്നെ ഈ ഒരു സ്റ്റോറിക്കകത്ത് എങ്ങനെയാണ് മേട്രിയാർക്കി എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രാൻഡ് മദർ ഇറ്റ്സെൽഫ് ഒരു മേട്രിയാർക്കാണ്. എല്ലാവരെയും കൺട്രോൾ ചെയ്യുക, പിന്നെ സ്ത്രീകളുടെ കാര്യം പറയുക, ബാഡ് ബ്ലഡിൻ്റെ കാര്യം പറയുക, ഓരോരുത്തരുടെയും സ്ത്രീ കഥാപാത്രങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുക. അമ്മ ഇഷ്ടമല്ല, ലിനോയുടെ അമ്മ ഇഷ്ടമല്ല, ലിനോയെ സിലികൾ എന്ന് പറയുന്നത് മീറ്റ് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല, ആണുങ്ങൾ അതൊരു ഡിസ്ക്രിമിനേഷൻ, ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഫാമിലീസിലുണ്ട്. ഈ ഒരു കാര്യം സംസാരിക്കുക. പിന്നെ ഓക്കെ, ദെൻ വാട്ട് ഈസ് റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രാൻഡ് മദറിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രാൻഡ് മദറിൻ്റെ ഫാമിലിയെക്കുറിച്ചും അവരുടെ ആ ഒരു ബിഹേവിയറിനെ കുറിച്ചുമാണ് പറയുന്നത്. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് എപ്പോഴും ഞാനൊരു കൺട്രോളിങ് ആയിട്ടുള്ള സ്ത്രീയാണ്, ഹൗസ് വൈഫാണ്, വിഡോ ആണ്, ഒരു ഗവൺമെൻറ് എംപ്ലോയിയും കൂടിയാണ് കേട്ടോ ഗ്രാൻഡ് മദർ. ആൻഡ് വളരെ ഷ്രൂഡാണ്, വളരെ ഔട്ട് സ്പോക്കൺ ആണ്, വളരെ ക്രൂവലാണ് ഇവർ, വളരെ സ്റ്റേൺ ആണ്. കുറേ അൺറിട്ടൺ ലോസാണ് ഇവർക്കുള്ളത്. പിന്നെ ബാഡ് ബ്ലഡ് ഗുഡ് ബ്ലഡിൻ്റെ കാര്യം പറയണം. മെയിൽ ചിൽഡ്രൻ്റെ അടുത്ത് കൂടുതൽ അഫെക്ഷനേറ്റ് ആണെന്നുള്ള കാര്യം പറയണം. വളരെ ഡിസ്ക്രിമിനേറ്ററി ആണ്, കമ്പാരിസൺസ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ വിനിയെ കൂടുതൽ കള്ളു കുടിപ്പിച്ചതൊക്കെ ഇവരാണ്, പൈസ കൊടുത്ത് നശിപ്പിച്ചതൊക്കെ ഇവരാണ്. സോ ആ ഒരു കാര്യങ്ങൾ. പിന്നെ നറേറ്ററും സ്കൂളിലും കോളേജിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന്. നറേറ്റർ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും പോകുന്ന എഡ്യൂക്കേഷൻ തേടി പോയെന്ന് വെച്ചാൽ ഗ്രാൻഡ് മദറിൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഗ്രാൻഡ് മദർ വളരെയധികം ഡിസപ്രൂവ് ചെയ്തായിരുന്നു എഡ്യൂക്കേഷനും കോളേജും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനോട്. പക്ഷേ എന്ത് ചെയ്തു, നറേറ്ററിൻ്റെ അങ്കിളായിട്ടുള്ള അതു എന്ത് ചെയ്തു, സ്കൂളിലൊക്കെ പോവുകയും അവർക്ക് സ്വീറ്റ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ നറേറ്ററിൻ്റെ അങ്കിളായിട്ടുള്ള അങ്കിൾ അട്ടു എന്ന് പറയുന്നത് വളരെ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് സ്കൂൾ അറ്റൻഡ് ചെയ്യാനും ഒന്നും സമ്മതിച്ചിരുന്നില്ല, കോളേജിൽ പോകാനൊന്നും സമ്മതിച്ചിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുകയാണ്, എല്ലാവരും ലിനോയുടെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ബാക്കിയുള്ള എല്ലാവരും ലിനോയുടെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തു. എഡ്യൂക്കേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ, ആ ഒരു ഡിസ്ക്രിമിനേഷനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മുടെ ലിനോയെ സഹായിച്ചത്. ആൻഡ് ഓൾസോ ഗ്രാൻഡ് മദറിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു നമ്മുടെ ലിനോയ്ക്ക്. അതുപോലെ തന്നെ എന്താണ്, നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു ഗുഡ് വർക്കറും ആവാൻ ആർക്ക് പറ്റി, ലിനോയ്ക്ക് പറ്റി. ആൻഡ് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഇവൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ കോളേജിൽ പോയതിന് ശേഷം അവൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, വയലൻസിൽ നിന്നും റിസെൻമെൻറ്റിൽ നിന്നുമൊക്കെ എന്താ പറയുക, ഒരു പുതിയൊരു മോഡേൺ ലൈഫിനോട് നമ്മുടെ നാഗാലാൻഡിലെ പീപ്പിൾ പോലും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഇവളും കോളേജിൽ പോയി തുടങ്ങി. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ അവിടെ പതുക്കെ സൊസൈറ്റിയിലൊക്കെ സ്പ്രെഡായി വരികയായിരുന്നു. നറേറ്ററിൻ്റെ മദറിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് ടെറിബിൾ മേട്രിയാർക്കിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. പിന്നെ നാഗ ആർമിയുടെ കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ദെൻ പേജ് നമ്പർ 214 7th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 215 8th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എപ്പോഴാണ് നറേറ്ററിൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എപ്പോഴാണ് നറേറ്റർക്ക് ചേഞ്ച് ആയതെന്ന്. സോ അതെന്ന് പറയുന്നത് നിസാനോയുടെ മകനെയും കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു ലോയൽറ്റി ആർക്ക് മനസ്സിലായത്, ലിനോയ്ക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ലിനോയ്ക്ക് മനസ്സിലായത്, അതായത് അവളുടെ അച്ഛനും അവളുടെ ബ്രദേഴ്സും എല്ലാം എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് ഇത്ര ലോയലായിട്ട് നിൽക്കുന്നതെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതായത് ഏത് വിഷ് വേണമെങ്കിലും ഇവൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കും നമ്മുടെ ഗ്രാൻഡ് മദർ. പിന്നെ
അൺകൈൻഡ് ആയിട്ടായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവരെ കൊണ്ട് കൂടെ നിർത്തിയപ്പോൾ എന്ന് മനസ്സിലായി, നല്ലൊരു സ്ത്രീയാണെന്ന് ഇവർക്ക് മനസ്സിലായി. ആൻഡ് ഗ്രാൻഡ് മദറും അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ്ഷിപ്സും ഡിഫിക്കൽട്ടീസും ഒക്കെ പേഴ്സണലായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്കണോമിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും അമ്മ സഫർ ചെയ്യുന്നത്, അതായത് ഗ്രാൻഡ് മദർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കണ്ടതുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ഇട്ട ടഫ്, അതായത് ഗ്രാൻഡ് മദറിൻ്റെ ഫാമിലിയിലും ഗ്രാൻഡ് മദർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഒരു ടഫായിട്ട് മാറിയത്. ഓക്കെ, പിന്നെ ഒരു ഇൻസെക്യൂർ വുമണാണ് ആൻഡ് ടു ഓൾഡാണ്. അതായത് അവരുടെ വേസ് ഒന്നും അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ബോഡിലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അവർ പ്രിപ്പയർഡ് അല്ല. സോ അതുകൊണ്ടാണ് ഇവർ ഈ പഴയ കസ്റ്റംസ് ആണെങ്കിലും ട്രഡീഷൻസ് ആണെങ്കിലും ഇങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ട് ഇരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.